കൃത്യസമയത്ത് തന്നെ ഒന്നാം പ്രതിയും എത്തിയല്ലോ. മാഡം, ഇതാ നിധി. ഓ, എന്താ അമ്മേ, എന്താ പ്രശ്നം? ശിവാനി ഇവിടെ വന്നപ്പോ നമ്മൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തിരിക്കുക. കള്ളക്കേസൊന്നുമല്ല, ആശുപത്രിയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ വനിതാ വേദി ചെയർപേഴ്സൺ ആണ്. ശിവാനിക്ക് മുറിവ് പറ്റിയതിന്റെ വെരിഫൈഡ് സർട്ടിഫിക്കറ്റ് വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ കുട്ടിയല്ലേ മാഡം ഒന്നാം പ്രതി? ആ അതെ, നിധി ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിൽ വരേണ്ടി വരും. ഗാർഹിക പീഡനവും സ്ത്രീ പീഡനവും ഒഫൻസ് ചെയ്ത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മാഡം, ഒരു മിനിറ്റ്. അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരോട് കാര്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. ഇതിനിപ്പോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനൊന്നുമില്ല. ഈ വീട്ടിൽ നിന്ന് പിണങ്ങി മാറി നിന്ന ശിവാനി സ്വന്തം ഇഷ്ടപ്രകാരം തിരികെ ഈ വീട്ടിലേക്ക് വന്നപ്പോ നിങ്ങളെല്ലാവരും ചേർന്ന് ഉപദ്രവിച്ച് ഇറക്കി വിട്ടു. അതിലെ ഒന്നാം പ്രതി താനാണ് നിധി, രണ്ടാം പ്രതി പാർവതി, മൂന്നാം പ്രതി പ്രണവ്. 3 പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുക. ഓക്കെ മാഡം, മാഡം പറഞ്ഞത് ഞങ്ങൾ സമ്മതിക്കുന്നു, കൂടെ വരികയും ചെയ്യാം. പക്ഷേ മാഡം പറഞ്ഞ മെഡിക്കൽ റിപ്പോർട്ടുണ്ടല്ലോ, അതൊന്ന് കാണണം. എന്താ മാഡം, ആ റിപ്പോർട്ടൊന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? തരാലോ. ആ റിപ്പോർട്ടിങ് എടുത്തേ. ദാ. കൈക്കൂലി കൊടുത്ത് ഡോക്ടർമാരെ ചാക്കിലാക്കുന്ന കാര്യത്തില് ഇവള് പണ്ടേ മിടിക്കുകയാണല്ലോ. ഏതെങ്കിലും ഫേക്ക് ഡോക്ടർ ആയിരിക്കും ഏട്ടത്തിയത്. ഏയ്, ഈ ഡോക്ടറെ എനിക്കറിയാം. ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഏറ്റവും വിശ്വസ്തയായ ഡോക്ടറാണ്. എന്താ മോൾ അതിൽ എഴുതിയിരിക്കുന്നത്? ശിവാനിക്ക് മുറിവ് പറ്റിയെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ചോദ്യം അതല്ല മാഡം. ശിവാനി ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരിക്കുന്നത് ഇന്നാ. അതേലോ, ഇന്ന് തന്നെയാ ഈ കുട്ടി ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിലേക്ക് എത്തിയതും ഡോക്ടർ ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നതും. പക്ഷേ ശിവാനി ഇവിടെ വന്നത് ഇന്നലെയാണല്ലോ മാഡം. ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മാരകമായി മുറിവേറ്റ ഒരാള് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? എന്താ ശിവാനി, എന്തു പറ്റി? ഇതിപ്പോ ഒരു ദിവസത്തെ ഗ്യാപ്പ് കിടക്കുന്നുണ്ടല്ലോ. അത് പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് പുറം ലോകത്തെ അറിയിക്കേണ്ടെന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ പോവാത്ത. പിന്നെ എനിക്ക് തീരെ വയ്യാതായപ്പോഴാ ഇന്ന് പോയത്. അല്ല, അതിനിപ്പോ എന്താ കുഴപ്പം? മുറിവ് പറ്റി അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഓക്കെ, അതൊക്കെ ശിവാനിയുടെ ഇഷ്ടം. ഡോക്ടറെ വിശദമായി ഒന്ന് ചോദ്യം ചെയ്താൽ ഒരു മുറിവിന്റെ കാലപ്പഴക്കമൊക്കെ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു തരുമെന്ന് സാറിനോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഇങ്ങനൊരു പണി വരുന്നുണ്ടെന്ന് നേരത്തെ അറിഞ്ഞതുകൊണ്ട് ചില മുൻകരുതലുകൾ ഞാനും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നലെയാണ് ഇവിടെ വന്നതെന്ന് ശിവാനി സമ്മതിച്ചു. ഏകദേശം എത്ര മണിക്കായിരിക്കും ശിവാനി ഇവിടെ വന്നത്? പറയ് ശിവാനി, എത്ര മണിക്കാ വന്നത്? അതൊരു 10 മണിയൊക്കെ ആയി കാണും. കറക്റ്റാണ്. 10-ന് 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് ശിവാനി ഇവിടെ എത്തിയത്. 10:25 ആയപ്പോഴേക്കും ശിവാനി ഇവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്തു. അല്ലേ ശിവാനി? അതൊന്നും എനിക്കറിയില്ല. എനിക്കും കൃത്യമായിട്ട് അറിയില്ല. വേണമെങ്കിൽ നമുക്കിതേ ആ ക്യാമറയിലെ CCTV ഫുട്ടേജ് ഒന്ന് നോക്കാം. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മാഡം, ദേ ഫുട്ടേജ് ഒന്ന് നോക്ക്.
കൃത്യമാണ് 10:25. പക്ഷെ അതല്ല ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഇവളെ പരിക്കേൽപ്പിച്ചാണ് ഇവിടുന്ന് പറഞ്ഞു വിട്ടതെന്ന് പറയുന്നുണ്ടല്ലോ. ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ശിവാനിക്ക് പരിക്കു പറ്റിയതായിട്ട് മാഡം കാണുന്നുണ്ടോ? ഈ ശിവാനി പറഞ്ഞത് കള്ളമാണെന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. മാഡം വേണമെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കിക്കോളൂ. വേണ്ട, ക്ലിയർ ആണ്. എവിടെയോ പോയി മുറിവുകൾ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് മനഃപൂർവ്വം ഡ്രാമ കളിക്കുവാണല്ലേ? എവിടെയോ പോയി മുറിവുണ്ടാക്കിയതല്ല മാഡം. അതെങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം. സാർ, എന്താ കൊച്ചി ഇത്? മനഃപൂർവ്വം ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കുമായിരുന്നല്ലേ? ഇപ്പൊ ബോധ്യമായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവൾ എത്രത്തോളം ഫ്രോഡാണെന്ന്. സ്വയം മുറിവേൽപ്പിക്കാൻ വേണ്ടി ധൈര്യമുള്ള ക്രൂര മനസ്സ് ഇവളുടേത്. സ്ഥിരതാമസത്തിന് വരുന്നെന്നും പറഞ്ഞ് നീ ഇവിടെ വന്ന് ഷോ കാണിച്ചപ്പോഴേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഇതിലെന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന്. പക്ഷെ ഇത്രയും പ്രതീക്ഷയില്ല അല്ലടാ. ഈ തെളിവുകൾ ഏട്ടത്തി സംഘടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? സ്ത്രീപീഡനം എന്ന് പറഞ്ഞ് ഞങ്ങളെ പിടിച്ച് അകത്തിടത്തില്ലായിരുന്നു. ഇവളെ വെറുതെ വിടരുത് മാഡം. വനിതാവേദിയെയും പോലീസിനെയും ഒരുപോലെ പറ്റിച്ചിരിക്കുക. കേസെടുക്കണം. സംശയമുണ്ടോ ഓഫീസർ ആ കാര്യത്തില്? നിസ്സാര കാര്യമാണോ ഇത്? പാവപ്പെട്ട പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വനിതാവേദി. ആ ആനുകൂല്യമാ ഈ കുട്ടി മിസ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഓഫീസർ. മാഡം ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ രണ്ടിനെയും കസ്റ്റഡി എടുത്തോളാം. അതിന് എന്റെ അനുവാദം നോക്കണ്ട. നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ. ഈ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ. പിടിച്ച് രണ്ടിനും ജീവിക്കരുത്. എനിക്ക് പേടിയാന്നു.